ലോകത്ത് എത്രയും രഹസ്യങ്ങളും അത്ഭുതങ്ങളും ഒളിഞ്ഞിരിക്കുന്നു. ചിലത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഈസ് ദാറ്റ് ഈവൻ പോസിബിൾ, അത് സാധ്യമാണോ എന്ന് തോന്നിപ്പോകും. ഇന്ന് നമുക്ക് അത്തരത്തിലുള്ള 13 അൺബിലീവബിൾ ഫാക്ട്സിനെ കുറിച്ച് പറയാം. സം ഫ്രം നാച്ചർ, സം ഫ്രം സയൻസ്, ബട്ട് ഓൾ മൈൻഡ് ബ്ലോയിങ്. മനുഷ്യൻ്റെ DNA നീളം 2 മീറ്റർ വരെ. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിനുള്ളിൽ DNA എന്ന അത്ഭുത ഗ്രന്ഥി ഒളിഞ്ഞിരിക്കുന്നു. ഇതൊരു ഡബിൾ ഹാലിക്സ് രൂപത്തിലുള്ള നീളമുള്ള പാളിയാണ്. അതിനെ പൂർണ്ണമായി നിവർത്തിയാൽ അതിൻ്റെ നീളം 2 മീറ്റർ വരെയാണ്. ഇതിലെ അത്ഭുതം എന്തെന്ന് വെച്ചാൽ 10 മൈക്രോമീറ്റർ മാത്രം നീളമുള്ള വളരെ ചെറിയ കോശത്തിനുള്ളിൽ 2 മീറ്റർ നീളമുള്ള നമ്മുടെ ലൈഫ് കോഡ് ഒതുങ്ങിയിരിക്കുന്നു. മനുഷ്യ ശരീരത്തിൽ ഏകദേശം 37 ട്രില്യൺ കോശങ്ങളുണ്ട്. അവയിലെ മുഴുവൻ DNA കൂടി നീട്ടിവെച്ചാൽ അത് സൂര്യനിൽ നിന്ന് പ്ലൂട്ടോ വരെ 12 തവണ പോകാനും മടങ്ങാനും സാധിക്കുന്ന ദൂരമാണ്. സൂര്യൻ മുതൽ പ്ലൂട്ടോ വരെയുള്ള ദൂരം 5.9 ബില്യൺ കിലോമീറ്ററാണ്. ശരീരത്തിലെ മുഴുവൻ DNAയും കൂടി ആകെ നീളം 74 ബില്യൺ കിലോമീറ്ററാണ്. ഒരു ചെറിയ കോശത്തിനുള്ളിൽ തന്നെ നമ്മുടെ ജീവന്റെ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. DNA, the ultimate miracle of life. ഒക്ടോപ്പസിന് 3 ഹൃദയങ്ങൾ. ഒരു ഒക്ടോപ്പസിന് 3 ഹൃദയങ്ങളുണ്ട് എന്ന് കേട്ടാൽ വിശ്വസിക്കുമോ? 2 ഹൃദയങ്ങൾ ഗില്ലുകളിലേക്കും 3-ാമത്തേത് ശരീരത്തിലേക്കും രക്തം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അവയുടെ രക്തം നീല നിറത്തിലാണ്, കാരണം അവയിൽ ഹീമോസയാനിൻ എന്ന പദാർത്ഥം ഉപയോഗിക്കുന്നു. നമ്മുടെ ചുവന്ന ഹീമോഗ്ലോബിൻ അല്ല. ഇത് അവയെ തണുത്ത സമുദ്രജലത്തിലും ജീവിക്കാൻ സഹായിക്കുന്നു. When one heart stops, 2 keep working. That's how ocean survivors are made. മനുഷ്യൻ്റെ മസ്തിഷ്കം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മുടെ ബ്രെയിൻ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെ പ്രവർത്തിക്കുന്നു. അതിലെ 86 ബില്യൺ ന്യൂറോൺസ് തമ്മിൽ തുടർച്ചയായി ഇലക്ട്രിക്കൽ സിഗ്നലുകൾ കൈമാറുന്നു. ആകെയുള്ള വൈദ്യുതി ഉൽപ്പാദനം ഏകദേശം 20 വാട്ട്, അതായത് ഒരു ബൾബ് തെളിയിക്കാൻ മതിയാകും. അതുകൊണ്ടാണ് നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി EEG മെഷീനുകൾ കൊണ്ട് രേഖപ്പെടുത്തുന്നത്. നെക്സ്റ്റ് ടൈം യു ഗെറ്റ് എ ബ്രൈറ്റ് ഐഡിയ, റിമെമ്പർ യുവർ ബ്രെയിൻ ലിറ്ററലി ലൈറ്റ് അപ്പ് വിത്ത് ഇലക്ട്രിസിറ്റി. ഉറുമ്പുകൾ ഉറങ്ങാറില്ല. മനുഷ്യർ 8 മണിക്കൂർ ഉറങ്ങും, പക്ഷേ ഉറുമ്പുകൾ, അവർക്കൊന്നും അത്ര സമയമില്ല. അവ ദിവസത്തിൽ 100 കണക്കിന് ചെറിയ പവർ നാപ്സ് മാത്രമാണ് എടുക്കുന്നത്. ഓരോന്നും 1-2 മിനിറ്റ് മാത്രമേ നീളൂ. അതിനാലാണ് അവ നിരന്തരം ജോലിയിൽ മുഴുകിയവരായി തോന്നുന്നത്. റിസർച്ചേഴ്സ് ഈവൻ ഫൗണ്ട് ദാറ്റ് ആൻ ant can rest about 4 hours total in a day, but never a long sleep. No wonder we say work like an ant. They literally never stop. ഭൂമിയിലെ ഉറുമ്പുകളുടെ ഭാരം മനുഷ്യരുടെ ഭാരത്തോട് തുല്യം. ലോകത്ത് ഏകദേശം 10 ക്വിൻറ്റില്യൺ ഉറുമ്പുകൾ ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞരുടെ കണക്കുകൾ. അവയുടെ മൊത്തം ഭാരം 350 മില്യൺ ടൺ, ഓൾമോസ്റ്റ് ഈക്വൽ ടു ദ ടോട്ടൽ ഹ്യൂമൻ വെയ്റ്റ് ഓൺ എർത്ത്. അതായത് ഭൂമിയിലുള്ള മൊത്തം മനുഷ്യരുടെ ഭാരത്തോട് തുല്യമാണ് ഈ ഭൂമിയിലുള്ള മുഴുവൻ ഉറുമ്പുകളുടെയും ഭാരം. The smallest creatures when united outweigh humanity, literally and metaphorically. ഒരു ബീറ്റിലിൻ്റെ അഥവാ ചിതലിൻ്റെ അതിശക്തി. ഒരു ചെറു ചിതൽ അതിൻ്റെ ശരീരഭാരത്തിൻ്റെ 50 മടങ്ങ് വരെ താങ്ങാൻ കഴിയും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് ഒരു മനുഷ്യനോട് താരതമ്യം ചെയ്താൽ അത് ഒരു കാറിനെ തന്നെ തലയ്ക്ക് മുകളിൽ ഉയർത്തുന്നത് പോലെയാണ്. ഈ അതിശക്തിയുടെ രഹസ്യം അതിൻ്റെ എക്സോസ്കെൽട്ടൺ സ്ട്രക്ചർ ആണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ഒരു ചെറിയ ഇരുമ്പ് പോലുള്ള പുറം കവചം അവയെ അത്ര ശക്തരാക്കുന്നു. പഠനങ്ങൾ കാണിച്ചിരിക്കുന്നു ഹോൺ ഡങ് ബീറ്റിൽ എന്ന ചിതൽ അതിൻ്റെ ശരീരഭാരത്തിൻ്റെ 1140 മടങ്ങ് വരെ താങ്ങി നിൽക്കും. സൈസ് ഡസൻറ്റ് മാറ്റർ. ഈവൻ ദ ടൈനിയസ്റ്റ് ബീറ്റിൽ ക്യാൻ ക്യാരി എ വേൾഡ് ഓൺ ഇറ്റ്സ് ബാക്ക്. ഒരു മേഘത്തിൻ്റെ ഭാരം. ആകാശത്ത് നമ്മൾ കാണുന്ന മേഘങ്ങൾ എത്ര മനോഹരമാണെങ്കിലും അവ അത്ഭുതകരമായി ഭാരം കൂടിയവയാണ്.
ഒരു സാധാരണ ക്യുമുലസ് മേഘത്തിൻ്റെ ഭാരം ഏകദേശം 5 ലക്ഷം കിലോഗ്രാം, അതായത് 500 ടൺ വരും. അതിൻ്റെ ഉള്ളിൽ വെള്ളത്തുള്ളികൾ ഒളിഞ്ഞിരിക്കുന്നു. ഓരോന്നും ചെറുതായതിനാൽ അവ വായുവിൽ ഒഴുകുന്നു. മേഘം പെയ്യുമ്പോൾ ആ തുള്ളികൾ ചേർന്ന് മഴയായി താഴേക്ക് വീഴും. അതുതന്നെയാണ് നമുക്ക് മഴ ലഭിക്കുന്ന പ്രക്രിയ. So next time you look up at a cloud, remember you are actually looking at a 500-ton floating giant. തേനീച്ചകൾക്ക് അൾട്രാ വയലറ്റ് രശ്മികൾ കാണാൻ കഴിയും. നമുക്ക് കാണാനാകാത്ത അൾട്രാ വയലറ്റ് നിറങ്ങൾ തേനീച്ചകൾക്ക് വ്യക്തമായി കാണാൻ കഴിയും. അതുകൊണ്ടാണ് അവയ്ക്ക് പൂക്കളിൽ നെക്ടർ എവിടെയാണെന്ന് എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്നത്. പൂക്കളുടെ തളികളിൽ മനുഷ്യർക്ക് കാണാത്ത ചില പാറ്റേൺസ് ഉണ്ട്. അവ അൾട്രാ വയലറ്റ് വെളിച്ചത്തിൽ മാത്രം കാണാം. തേനീച്ചകൾക്ക് അത് നെക്ടർ മാപ്പ് പോലെ പ്രവർത്തിക്കുന്നു. ഇതാണ് പ്രകൃതിയുടെ ജീനിയസ് ഡിസൈൻ. വാട്ട് ലുക്സ് പ്ലെയിൻ ടു us is a glowing guide to the bees. They live in a world of invisible colors, a beauty beyond our eyes. തേനീച്ചയുടെ തേൻ യാത്ര. 1 പൗണ്ട് അഥവാ 0.45 കിലോ തേൻ ഉണ്ടാക്കാൻ ഒരു തേനീച്ചയ്ക്ക് ഏകദേശം 2 മില്യൺ ഫ്ലവേഴ്സ് സന്ദർശിക്കണം. അവ ചേർന്ന് ആ യാത്രയ്ക്ക് 90,000 കിലോമീറ്റർ പറക്കും. അത് ഭൂമിയെ 2 തവണ ചുറ്റാനുള്ള ദൂരത്തേക്കാളും കൂടുതലാണ്. ഓരോ തേനീച്ചയും നെക്ടർ ശേഖരിച്ച് ഹൈവിലേക്ക് കൊണ്ടുപോകും. അവിടെ മറ്റുള്ളവ അത് ചിരട്ടിയെടുക്കുകയും വാറ്റിനാൽ ഉണക്കുകയും ചെയ്യുന്നു. അതാണ് നമുക്ക് ലഭിക്കുന്ന സ്വാഭാവികമായ തേൻ. So every drop of honey you taste carries the journey of millions of flowers. Pure hard work bottled in gold. നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ മരങ്ങൾ ഭൂമിയിൽ. നക്ഷത്രങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് കേട്ടാൽ നമ്മൾ വിസ്മയപ്പെടും. മിൽക്കി വേ ഗാലക്സിയിൽ ഒട്ടാകെ ഏകദേശം 100 മുതൽ 400 ബില്യൺ സ്റ്റാർസ് ഉണ്ട്. പക്ഷെ അതിലും കൂടുതൽ അത്ഭുതം, ഭൂമിയിൽ 3 ട്രില്യൺ ട്രീസ് ഉണ്ട്. 2015 യേൽ യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനമാണ് ഈ വിവരം എത്തിച്ചത്. അതായത് ഓരോ മനുഷ്യനു വേണ്ടി ഏകദേശം 422 മരങ്ങൾ ലോകത്തുണ്ട്. So next time you walk through a forest, remember you are standing among more living beings than all the stars you see above. റഫ്ലേഷ്യ, ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം റഫ്ലേഷ്യ അർണോൾഡി ആണ്. 3 അടി വരെ വീതിയുള്ളതും 10 കിലോ വരെ ഭാരമുള്ളതുമാണ്. ഇത് ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ കാണാം. പക്ഷേ ഈ പുഷ്പത്തിന് ഒരു രസകരമായ അല്ലെങ്കിൽ ഭീകരമായ പ്രത്യേകതയുണ്ട്. ഇത് റോട്ടിംഗ് ഫ്ലഷ് പോലെയുള്ള ദുർഗന്ധം പടർത്തുന്നു. അതുകൊണ്ട് ഇതിന് കോപ്സ് ഫ്ലവർ എന്ന പേര് ലഭിച്ചു. ആ ഗന്ധം ഈ പൂവിന് നൽകിയിരിക്കുന്നത് പോളിനേഷന് വേണ്ടി ഫ്ലൈസ് ആൻഡ് ഇൻസെക്ട്സിനെ ആകർഷിക്കാനാണ്. നാച്ചേഴ്സ് ബിഗ്ഗസ്റ്റ് ഫ്ലവർ ബട്ട് വിത്ത് എ വേൾഡ്സ് വേസ്റ്റ് പെർഫ്യൂം. നീലത്തിമിംഗലത്തിൻ്റെ ഹൃദയം. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി ബ്ലൂ വെയിൽ. അതിൻ്റെ ഹൃദയം തന്നെ ഒരു ചെറിയ കാറിൻ്റെ വലുപ്പം വരും. ഭാരം ഏകദേശം 180 കിലോ വരും. ഒരൊറ്റ തവണ അത് പമ്പ് ചെയ്യുന്ന രക്തത്തിൻ്റെ അളവ് എ ഫുൾ ബക്കറ്റ്. ബ്ലൂ വെയിലിൻ്റെ ആർട്ടറീസ് അത്ര വലുതാണ്. ഒരു ചെറുപ്പക്കാരന് പോലും അതിനുള്ളിലൂടെ കയറിപ്പോകാൻ കഴിയും എന്നാണ് പറയുന്നത്. ദ ഹെഡ് ദാറ്റ് ബീറ്റ്സ് ബിനീത്ത് ദ ഓഷ്യൻ. മാസീവ്, മജസ്റ്റിക് ആൻഡ് ഫുൾ ഓഫ് ലൈഫ്. ഒട്ടകപ്പക്ഷിയുടെ വേഗം. ഒട്ടകപ്പക്ഷി ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ്. പക്ഷെ അതിനൊപ്പം അത്ഭുതകരമായ വേഗതയുമുണ്ട്. ഒരു ഓസ്ട്രിച്ച് മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ ഓടും. അതായത് ഒരു ലയണിനേക്കാൾ വേഗത്തിലാണ് ഒട്ടകപ്പക്ഷി ഓടുന്നത്. അതിൻ്റെ നീളമുള്ള കാലുകൾ, ശക്തമായ മസിലുകൾ, ഒപ്പം ബാലൻസ് ചെയ്യാനുള്ള പ്രത്യേക 2-toed foot ഡിസൈൻ. ഇതാണ് അതിൻ്റെ രഹസ്യം. ഇൻ ദ റേസ് ഓഫ് സർവൈവൽ, sometimes the fastest wings are the ones that never fly. ഇവയൊക്കെ നമ്മുടെ ഭൂമിയിലെ വിസ്മയങ്ങളാണ്. From the tiniest DNA strands to the giant head of a whale, nature never stops surprising us. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നന്മ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ മറ്റു രസകരമായ ഫാക്ട് വീഡിയോസ് നഷ്ടപ്പെടാതിരിക്കാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്.